ഹായ് എവരിവൺ. സോ ടുഡേയ്സ് പ്ലാൻ ഇസ് എ ബിറ്റ് സ്പെഷ്യൽ. അമ്പടെ സ്കൂളിൽ നിന്ന് പിക്ക് ചെയ്ത് ഞങ്ങൾ നേരെ വീട്ടിലേക്കാണ് പോകുന്നത്. എൻ്റെ വീട്ടിലെല്ലാവരും കഴിഞ്ഞ 6-7 ഇയേഴ്സായി നോമ്പ് എടുക്കുന്നുണ്ട്. സോ ടുഡേ ദേ ഹാഡ് എ സ്മോൾ വിഷ് ഔട്ട്സൈഡ് പോയി ഫുഡ് കഴിക്കണമെന്ന്. സോ ദ പ്ലാൻ ഈസ് ടു ഹെഡ് ഔട്ട് ഫോർ എ ഗ്രാൻഡ് ഡിന്നർ ടു നൈറ്റ്. ഓൺ ദ വേ വി കുഡിൻ റെസിസ്റ്റ് എ ക്യൂക്ക് സ്റ്റോപ്പ്. വി ഹാഡ് സം കോക്ടെയിൽസ് ആൻഡ് അവിൽ മിൽക്ക്. നല്ല സൂപ്പർ ആയിരുന്നു. നൗ വി ആർ ജസ്റ്റ് വെയിറ്റിംഗ് ഫോർ സേതു ടു ജോയിൻ us ബിഫോർ വി ഒഫീഷ്യലി സ്റ്റാർട്ട് ദ നൈറ്റ്. ചെയ്ത് തരാൻ വേണ്ടി കുറച്ച് നേരം നമ്മൾ കാറിൽ തന്നെ വെയിറ്റ് ചെയ്തു. അമ്പാടി നേരെ സ്കൂളിൽ നിന്ന് പിക്ക് ചെയ്യുന്നതുകൊണ്ട് നമ്മൾ വീട്ടിലെത്തിയിട്ടാണ് ഇന്ന് കുളിയൊക്കെ കഴിഞ്ഞത്. ആൻഡ് കുളിയൊക്കെ കഴിഞ്ഞ് നേരെ ഹെഡഡ് അപ്പ് സ്ട്രേറ്റ് ടു ദ ഫുഡ് സെൻറ്റർ. എല്ലാവരും നല്ല വിശപ്പിലായിരുന്നു. വി സ്റ്റാർട്ടഡ് ഫ്രം സം കട്ട് ഫ്രൂട്ട്സ് ആൻഡ് ഫ്രഷ് ജ്യൂസ്. ദെൻ കെയിം ദ മെയിൻ കോഴ്സ്, ബീഫ് ബിരിയാണി, മട്ടൻ ബിരിയാണി, പൊറോട്ട ആൻഡ് ബീഫ് ഫ്രൈ. നല്ല അടിപൊളി ഭക്ഷണമായിരുന്നു. പക്ഷെ ക്വാണ്ടിറ്റി വളരെ കുറവായിരുന്നു, പ്രൈസ് കുറച്ച് കൂടുതലും. And we also tried the Halim. It was okay, nothing groundbreaking. But the star was the show, the Laban for dessert. അത് പൊളിച്ചു. Really tasty and perfect way to end the meal. അങ്ങനെ ഞങ്ങൾ ഭക്ഷണമൊക്കെ കഴിച്ച് കഴിഞ്ഞ് അവിടെ ചെറിയൊരു ചിൽഡ്രൻസ് പാർക്ക് ഉണ്ടായിരുന്നു. പാർക്ക് എന്ന് പറയാനുള്ളത് ചെറിയ 2-3 റൈഡ് ഐറ്റംസ് ഉണ്ടായിരുന്നു. എവരി വൺ എൻജോയ്ഡ് എ ലോട്ട് എക്സെപ്റ്റ് മീ, കുട്ടൻ ആൻഡ് അമ്മ. വി പ്രിഫേർഡ് വാച്ചിങ് ദം ഹാവ് ഫൺ. കുറേ കാലത്തിന് ശേഷമാണ് ഞങ്ങൾ എല്ലാവരും കൂടെ ഇങ്ങനെ ഒരു ഔട്ടിങ്ങിന് പോകുന്നത്. കുറേയൊന്നുമല്ല, എന്നാലും ഇറ്റ്സ് ബീൻ ലോങ് ടൈം സിൻസ് വി ഓൾ വെൻറ്റ് ഔട്ട് ടുഗദർ ലൈക്ക് ദിസ്. ഇറ്റ് വാസ് എ ബ്യൂട്ടിഫുൾ ഈവനിങ് വിത്ത് മൈ ഫാമിലി. So that was our little food adventure.